ഇത് സിസ്റ്റർ പവിത്രേയല്ല, അത് പത്മാവതിയാണെന്ന് നീ സ്ഥാപിക്കാൻ നോക്കിയാ ഞാനേ അടുത്ത പ്ലാൻ ഇറക്കും. പവിത്ര ചെയ്ത പുണ്യപ്രവൃത്തി നിന്റെ അമ്മ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനുള്ള നിന്റെ കള്ളക്കളിയാണെന്ന് ഞാനങ്ങ് സ്ഥാപിക്കും. എന്തായാലും ഈ ചതുരംഗ കളിയിൽ ജയിക്കുന്നതേ ഞാൻ തന്നെയായിരിക്കും. ഈ ഞാൻ ഇത് വലിയ പ്രശ്നത്തിലേക്കാണല്ലോ മക്കളെ പോകുന്നത്. അതെ ചെറിയമ്മ, അതന്നെ ഞാൻ ആലോചിക്കുന്നത്. ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും? ഋതു, എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. നമുക്ക് പറ്റുന്ന ചില ബുദ്ധിമോശങ്ങള് വലിയ വലിയ കുഴപ്പങ്ങളായി മാറാൻ പാടില്ല. ഇവരുടെ മനസ്സിലേക്ക് തീ കോരിയിടാൻ അവസരം തന്ന ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞ ഈ ഹോം നേഴ്സ് എന്നൊക്കെ പറഞ്ഞ വളരെ റിസ്ക് ഉള്ള ജോലി തന്നെയാണല്ലേ? റിസ്ക് എന്നല്ലല്ലോ സർ അതിനെ പറയേണ്ടത്. ഇതൊരു സേവനമല്ലേ? പുണ്യപ്രവൃത്തി എന്നാ ഇതിന് പറയേണ്ടത്. ഒരു നേഴ്സ് എന്ന് പറഞ്ഞ മാലാഖ തന്നെയാ. ഹോം നേഴ്സ് എന്ന് പറഞ്ഞ ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒരു കരുതലുള്ള കൂട്ടുകാരി. രോഗിയുടെ മാനസികമായ ആശ്വാസമാണ് ആദ്യം ഉറപ്പാക്കേണ്ടത്. അല്ല, അതിന് സ്നേഹത്തോടെയുള്ള പരിചരണമാണ് വേണ്ടത്. അല്ല സിസ്റ്റർ, ഇത് സ്വയം തിരഞ്ഞെടുത്ത് തന്നെയാണോ ഈ നേഴ്സിംഗ് പ്രൊഫഷനൊക്കെ? സാറ് പൊളിറ്റീഷ്യനായത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ? ഓ, സാറിന്റെ ബ്ലഡിൽ അതാണ് ഉണ്ടായിരുന്നത്, സർവീസ്. മറ്റൊരർത്ഥത്തിൽ എന്റെ ബ്ലഡിലും അത് തന്നെ, സർവീസ്. പത്മയെടുത്തി അവിടുന്ന് പോന്നു എന്നല്ലേ പറഞ്ഞേ? അതെ ചെറിയമ്മേ. ദൈവമേ, ഇനി ഏട്ടത്തിയും കൂടെ വന്ന? ആ, പത്മ വന്നാലും അംബികാവർമ്മയ്ക്ക് സന്തോഷോ. ഈ ഗെയിം അങ്ങ് കൊഴുക്കും. ഇവര് ഞാൻ അങ്ങോട്ട് കൊല്ലട്ടെ രാജു. വാടി ഇങ്ങോട്ട് കൊല്ലാൻ. ഋതു, ഒന്ന് അടങ്ങി നിൽക്കേ, ഞാൻ പോരാം.